ഡാൻസ് ടീച്ചർ, ബ്യൂട്ടീഷ്യൻ കൂടാതെ ക്രാഫ്റ്റ് ട്രെയിനറും. ഏവർക്കും കുക്കിംഗ് ക്രാഫ്റ്റിലേക്ക് ഊഷ്മളമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് 4 മണി പലഹാരമാണ്. നമ്മുടെ മക്കളൊക്കെ ഇപ്പൊ വെക്കേഷനായിട്ട് വീട്ടിലിരിക്കുകയല്ലേ, അവര് ഡാൻസിന്, പാട്ടിന്, അങ്ങനെ പല പല പരിപാടികൾക്ക് പോയിട്ട് വരുന്ന സമയത്ത്, കളിച്ചു വരുന്ന സമയത്ത് നമുക്ക് 4 മണിക്കൊരു പലഹാരം കൊടുക്കാം. നമ്മുടെ ഹസ്ബൻഡൊക്കെ ഓഫീസിൽ പോയിട്ട് വരുന്ന സമയമല്ലേ, അവർക്കൊരു ചെറിയ പലഹാരമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് കണ്ടു നോക്കാം. ചെറിയ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് പല ഭാവത്തിലും പല രൂപത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു പലഹാരമാണ്. ഓക്കെ, ശരി. അപ്പൊ അതിന് വേണ്ടത് 1 കപ്പ് മൈദമാവ് ഞാൻ എടുത്തിട്ടുണ്ട്. 2 മുട്ടയാണ്. ഇത് 5 സ്പൂൺ പഞ്ചസാരയുണ്ട്, 5 സ്പൂൺ ഷുഗർ, ആവശ്യത്തിന് സാൽട്ട്. ഇതൊക്കെ നിങ്ങളുടെ ചോയ്സ് ആണ്. കാര്യം ചിലർക്ക് പഞ്ചസാര കുറച്ച് മതി, സാൾട്ട് കുറച്ച് മതി. അപ്പൊ അത് അവിടുത്തെ ആരെടുക്കുന്നോ അവർക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുക. ഇവിടെ എല്ലാം കൂടുതലാണ്. വെളിച്ചെണ്ണ ആയാലും ഷുഗർ ആയാലും സാൾട്ട് ആയാലും എല്ലാം ഞങ്ങൾക്ക് ഇച്ചിരി കൂടുതലാണ്. അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോഴത്തെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സാധനങ്ങൾ എടുക്കുക. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ആവശ്യത്തിന് വെള്ളം. ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതാണ്. മുട്ടയൊക്കെ നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സെറ്റ് ആവാൻ 2 മണിക്കൂറെങ്കിലും വെച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം ഇത് മാവെല്ലാം കൂടെ മിക്സ് ചെയ്ത് സെറ്റ് ആകാൻ വെച്ചിട്ട് പോയി ഉറങ്ങേണ്ടവർക്ക് ഉറങ്ങാം, സീരിയൽ TV കാണേണ്ടവർക്ക് TV കാണാം. ഒരു 3:30 ആകുമ്പോഴത്തേക്ക് എഴുന്നേറ്റ് വന്നിട്ട് കുട്ടികൾ 4 മണിക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അല്ലെ കളിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ആ സമയത്ത് പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണിത്, 4 മണി പലഹാരം. നമുക്ക് കണ്ടു നോക്കാം. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് 2 മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കി വരുമ്പോൾ പല പല ഡിസൈനിലായിരിക്കും. അത് പല ആനിമൽസിന്റെ ഒക്കെ കൂട്ട് വരും, പല ഷേപ്പിലായിട്ട് വരും. അപ്പൊ കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. ആഴ്ച 2 ദിവസമെങ്കിലും ഇങ്ങനെ കൊടുക്കണം. വെറൈറ്റി ആയിട്ട് ഓരോ ഐറ്റംസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. വെള്ളമൊക്കെ ഒരു 2-3 സ്പൂൺ വെള്ളം മതി. കുറച്ച് സാധനങ്ങളെ അതിനകത്ത്. ഇനി ഇതിനകത്ത് നമ്മൾ സെറ്റാകാൻ 2 മണിക്കൂർ വെക്കുക. ഇത് അടച്ചു വെക്കും. അപ്പൊ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് പാലിലേക്ക് എണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് 2 ഏലക്ക പൊട്ടിച്ച് ഇതിനകത്തിടുക. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് കണ്ടു നോക്കാം. ഇത് 2 മണിക്കൂർ സെറ്റ് ആവട്ടെ. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ചെറിയ ചെറിയ പിടിയായിട്ട് നമുക്ക് വാരിയിടാം. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ വളരെ ഇഷ്ടമായിരിക്കും. പല ആനിമൽസിന്റെ ഒക്കെ ഒരു രൂപത്തിലും ഭാവത്തിലും ഒക്കെയാണ് വരുന്നത്. പല കോഴിക്കുഞ്ഞ്, അങ്ങനെ പല രൂപത്തിലാണ് ഈ വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമായിരിക്കും. ഒരു പ്ലേറ്റിലകത്ത് വെച്ച് കൊടുക്കുമ്പോൾ അവർ ഓടി വന്ന് കഴിക്കും. ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ 4 മണി പലഹാരം റെഡി ആയിട്ടുണ്ട്. പല ഭാവത്തിൽ, പല രൂപത്തില് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. ഓരോരോ ഭാവത്തിലും രൂപത്തിലുമാണ് ഇരിക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇനി നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഒരു പുതിയ വീഡിയോയുമായിട്ടായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.